പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് സിഇഒ എംഡി സ്ഥാനങ്ങൾ സുരീന്ദർ ചൗള രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് കാരണമായി പറയുന്നത്. ജൂൺ 26 മുതൽ രാജി പ്രാബല്യത്തിൽ വരുമെന്ന് കമ്പനി അറിയിച്ചു. എന്നാൽ ആരാണ് ചൗളയുടെ പിൻഗാമിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ പേടിഎമ്മിന്റെ തലപ്പത്ത് നിന്ന് വിജയ് ശേഖർ വർമ്മ മാറിയിരുന്നു. ക്രമക്കേടുകളുടെ പേരിൽ റിസർവ് ബാങ്ക് ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയുടെ ബാങ്കിംഗ് യൂണിറ്റിനെതിരെ വടിയെടുത്തതോടെയാണ് വിജയ് ശേഖർ ശർമ്മ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞത്. ചട്ടങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് മാർച്ച് 15-നകം പ്രവർത്തനം നിർത്തിവയ്ക്കണമെന്നാണ് RBI ഉത്തരവിട്ടത്. ഇതിനെ തുടർന്ന് പേടിഎം ഓഹരികളുടെ മൂല്യം ഇടിഞ്ഞിരുന്നു. 197 കമ്മ്യൂണിക്കേഷൻസ് എന്നറിയപ്പെട്ടിരുന്ന പേടിഎം അതിന്റെ ബാങ്കിംഗ് യൂണിറ്റുമായി വിവിധ കരാറുകൾ അവസാനിപ്പിക്കാൻ പരസ്പരം ധാരണയായിരുന്നു. എന്നാൽ ബാങ്കിംഗ് യൂണിറ്റ് പ്രവർത്തനം നിർത്തിവച്ച ശേഷവും പേടിഎമ്മിന് ഇന്ത്യ പേയ്മെന്റ്സ് അതോറിറ്റി ഡേറ്റ് പാർട്ടി ആപ്പ് ലൈസൻസ് നൽകിയതോടെ പേയ്മെന്റുകൾ സുഗമമായത് ആശ്വാസമായി. ആക്സിസ് ബാങ്ക്, HDFC, SBI, യെസ് ബാങ്ക് എന്നിവ പേടിഎമ്മിനെ പേയ്മെന്റ് സർവീസ് പ്രൊവൈഡറായി പ്രവർത്തിക്കുന്നുവെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ അറിയിച്ചിരുന്നു. ബാങ്കിംഗ് യൂണിറ്റിന് എതിരായ RBI നടപടിക്ക് ശേഷം പേടിഎം ഓഹരികൾ 50% താഴ്ന്നു. RBI ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്തതിനെ തുടർന്ന് സമഗ്രമായ ഓഡിറ്റിന് ശേഷമാണ് RBI കടുത്ത നടപടി സ്വീകരിച്ചത്. പേടിഎമ്മിന്റെ മാതൃകമ്പനിയായ 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെയും പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡിന്റെയും നോഡൽ അക്കൗണ്ടുകളും കേന്ദ്ര ബാങ്ക് റദ്ദാക്കി. പേടിഎമ്മിന്റെ ബാങ്കിംഗ് ഓപ്പറേഷനെതിരെയാണ് RBI നടപടി. അതായത് ഉപഭോക്താക്കൾക്ക് മറ്റൊരു ബാങ്കുമായി തങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നിടത്തോളം കാലം UPI അടക്കം ഡിജിറ്റൽ ഇടപാടുകൾ തുടരാമെന്ന അർത്ഥം. NCMC കാർഡുകൾ നിലവിലുള്ള ബാലൻസ് തീരും വരെ നിയന്ത്രണങ്ങളില്ലാതെ ഉപയോഗിക്കാം. ശരിയായ തിരിച്ചറിയൽ രേഖകളില്ലാതെ നൂറുകണക്കിന് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചതാണ് പ്രധാന കാരണം. കൃത്യമായ KYC സമർപ്പിക്കാതെ കോടികളുടെ ഇടപാട് ഈ അക്കൗണ്ടുകളിൽ പേടിഎം വഴി നടന്നതായി കണ്ടെത്തി. അതാണ് കള്ളപ്പണ തട്ടിപ്പെന്ന സംശയമുയരാൻ കാരണം. 1000-ലേറെ ഉപയോക്താക്കൾ ഒരേ പാൻ നമ്പർ തങ്ങളുടെ അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തതായി RBIയും എക്സ്റ്റേണൽ ഓഡിറ്റർമാരും കണ്ടെത്തി. RBIയുടെ ചട്ടങ്ങളിൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് തുടർച്ചയായി വീഴ്ചകൾ വരുത്തുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. 2023 തുടക്കം മുതൽ RBI പേടിഎമ്മിന് പിന്നാലെയുണ്ട്. നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പേടിഎം പേയ്മെന്റ് ബാങ്കിന് 5.39 കോടി രൂപ RBI പിഴ ചുമത്തിയിരുന്നു. പുതിയ ഉപയോക്താക്കളെ ചേർക്കരുതെന്ന് 2022 RBI പേടിഎമ്മിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കാൻ കമ്പനി തയ്യാറായില്ല. സമഗ്രമായ സിസ്റ്റം ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും പുറത്തുനിന്നുള്ള ഓഡിറ്റർമാരുടെയും തുടർച്ചയായുള്ള പരാതികളും ഇതെല്ലാം കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പേടിഎമ്മിനെതിരെ നടപടിയെന്ന് RBI വ്യക്തമാക്കുന്നു. 1949 ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ 35A വകുപ്പ് പ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും KYC സമർപ്പിക്കാതെ കോടികളുടെ ഇടപാടാണ് ഈ അക്കൗണ്ടുകളിൽ വഴി പേടിഎം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണ തട്ടിപ്പെന്ന ഒരു സംശയത്തിലേക്ക് കടക്കാൻ കാരണം. 1000-ലേറെ ഉപയോക്താക്കൾക്ക് ഒരേ പാൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ RBIയും എക്സ്റ്റേണൽ ഓഡിറ്റർമാരും ഇത് വളരെയധികം വ്യക്തമായി തന്നെ ഇതിന്റെ നിലവാരമില്ലായ്മ കണ്ടെത്തുകയായിരുന്നു. തുടർച്ചയായി തന്നെ വീഴ്ചകൾ വരുത്തിയതിനാലാണ് ഇത്തരത്തിലൊരു നടപടി.